I got guns in my head and they spirits in my head and they woke. Kabira, Hi guys, welcome back to our channel. From preview കണ്ടതുപോലെ നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ വന്ന ഈ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റീൽസ് ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോളട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത്. Without wasting in time, let's get started. Ladies and gentlemen, her. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. ജസ്റ്റ് വിഎൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സ്കൈ ബാക്ക്ഗ്രൗണ്ട് വരുന്നൊരു വീഡിയോ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. എന്നാലേ ആ ബേർഡ്സൊക്കെ ഫ്ലൈ ചെയ്യുന്നത് നമുക്ക് ആ ഒരു എഫക്റ്റ് വരുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ശേഷം തൊട്ട് മുകളിലുള്ള ആ പ്ലസ് ഐക്കൺ, വീഡിയോ കിടക്കുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2-3 ഓവർലേസ് ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയ്ക്ക് സ്യൂട്ട് ആവുന്ന ഓവർലേ നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ഓവർലേ ആണ് ചൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ആ സ്കൈ വരുന്ന ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് റീസൈസ് ചെയ്തൊക്കെ വെക്കുക. എന്നിട്ട് നമുക്ക് മാസ്കിംഗ് ടൂള് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനായ മാസ്കിംഗ് ടൂള് സെലക്ട് ചെയ്യുക. അതിനകത്ത് ലീനിയറിൽ സെക്കൻഡ് ഓപ്ഷൻ ഒന്നുകൂടെ ടാപ്പ് ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ 2 ആരോസ് അന്നേരം വരും. ആ ഒരു ആരോ മാക്സിമം എൻലാർജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സണ്ണ് വരുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു ലെയർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് എത്ര വീഡിയോ സൈസ് വരെ വേണമെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. ടോപ്പിൽ ഒറിജിനൽ നടക്കുന്ന ആ ഒരു സ്ക്രീനിൽ റേഷ്യോ ഉണ്ട്, അതൊന്ന് 9:16 ആക്കുക. ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും നമുക്ക് ന്യൂ പ്രോജക്റ്റ് ചൂസ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഒരു ഫയൽ, ഒരു ഓഡിയോയുടെ ഫയലുണ്ട്, പിന്നെ ഒരു വീഡിയോയുടെ ഫയലുമുണ്ട്. ഞാനത് നമ്മുടെ ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോയും നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോയും കൂടെ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം ടോപ്പിൽ മ്യൂസിക്കിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഓഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓഡിയോ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ബീറ്റ് സിങ്ക് ആവുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ സെക്കൻഡ് വീഡിയോയിൽ ആ ഒരു സ്പാർക്കിളിൻ്റെ ഒരു എഫക്റ്റ് ടോപ്പിലുണ്ട്. ആ ഒരു സ്പാർക്കിളിൻ്റെ ഓവർലൈൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫയൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ആ ഒരു സ്കൈയുടെയും ഒരു സബ്ജക്റ്റിൻ്റെയും ഓവറോൾ ഒരു കളർ ഗ്രേഡ് ചെയ്യുക. അതിനുവേണ്ടി താഴെ ഫിൽറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതിനകത്ത് ഞാൻ വൈബ്രൻസും ടെമ്പറേച്ചറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ സ്യൂട്ടാവുന്ന രീതി ജസ്റ്റ് ഒരു കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഒറിജിനൽ റേഷ്യോ മാറ്റി 9:16 സെലക്ട് ചെയ്യുക. ഇനി വീഡിയോ ലെങ്ത് വേണമെങ്കിൽ ഈ ഒരു സെക്കൻഡ് വീഡിയോയുടെ കുറച്ച് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പീഡൊന്ന് ജസ്റ്റ് റെഡ്യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ 3/4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ ഒന്ന് വീഡിയോ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം മറക്കണം, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ DM ചെയ്യാവുന്നതാണ്. ഞാനത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം താങ്ക് യു ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ.